Good morning, children. Welcome to the online class of Sri Gokulam Public School, Guruvayur. I am your Radhika Miss. How are you? Fine? Okay. Today I am going to teach you tens and ones. What is that? Tens and ones. Before start our class, let's recall the topics of previous class. What is that previous class topic? Tens. Can you remember? Did you study well? Okay, then say louder. 1 10, 10, 2 tens, 20, 3 tens, 30, 4 tens, 40, 5 tens, 50, 6 tens, 60, 7 tens, 70, 8 tens, 80, 9 tens, 90, 10 tens, 100. ഓർക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. പഠിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് പോകേണ്ടത് ഏതാണ്? ടെൻസ്, വൺസ്. Before start our class, we should notice two things. That is, T denote for tens. O denote for ones. എന്താ പറഞ്ഞത്? ടെൻസ് എന്നുള്ളതിന് നമ്മൾ എന്താ എഴുതേണ്ടത്? ടി. ടെന്നിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? ടി. വൺസ്, വണ്ണിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒ. അപ്പോൾ വൺസ് ഡിനോട്ട് O, tens denote T. One more thing is that side of the number. What is that? Side of the number. If you write one number, ones stand in the which side? Ones stand in the right side, tens stand in the left side. Ones stand in the right side, tens stand in the ലെഫ്റ്റ് സൈഡ്. എന്താ പറഞ്ഞത് മിസ്സ്? ഒരു നമ്പർ എഴുതുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നതാണ് വൺസ്, ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് ടെൻസ്. നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് അറിയില്ലേ? അറിയാം അല്ലേ? പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് അതിൻ്റെ റൈറ്റും ലെഫ്റ്റും നോക്കുക. റൈറ്റിൽ കിടക്കുന്നത് വൺസ്, ലെഫ്റ്റിൽ കിടക്കുന്നത് ടെൻസ്. അതുപോലെ തന്നെ ടി എന്തിനാണ്? ടെൻസിനാണ്. ഓ വൺസ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ബണ്ടിൽ ഓഫ് സ്കെച്ച് പെൻ. വാട്ട് ഈസ് ദിസ്? ബണ്ടിൽ ഓഫ് സ്കെച്ച് പെൻ. ദിസ് സ്കെച്ച് പെൻ ഇൻക്ലൂഡ്സ് 10 സ്കെച്ച്. എത്ര എണ്ണം ഉണ്ട് ഇതിൽ? ഈ ബണ്ടിൽ 10. 1 2 3 4 5 6 7 8 9 10. Then say 1 10 is 10. 1 10 is 10. 1 10 is 10. Now I took one pencil. Then 1 10 and 1 number is 11. Number is 11. Then 1 10 1 ones. അതായത് 11ൽ എത്ര നമ്പർ ഉണ്ട്? ഒരു വൺസും ഉണ്ട്, ഒരു ടെൻസും ഉണ്ട് അല്ലേ? 1 tens and 1 ones. ഏത് സൈഡിലാണ് വൺസ്? വൺസ് ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡ്. ടെൻസോ? ലെഫ്റ്റ് സൈഡ്. 11ൽ 1 10ഉം 1 onesഉം. ഇനി then I took one more pencil. Then here 2 pencil are here. 1 10 and 2. Number is 12. Then 2 ones and 1 10. ഈ 12 എന്ന് പറയുന്ന നമ്പറിൽ 2 വൺസ് ഉണ്ട്, 2 വൺസ് ഉണ്ട്, ഒരു 10ഉം ഉണ്ട്. മനസ്സിലായില്ലേ? Then I took one more pencil. Then here 3 pencil are here. 1 10. 1 10 and 3 number is 13. Number is 13. In 13 3 ones and 1 10. 3 ones and 1 10. അതായത് 13ൽ ഒരു 10ഉം ഉണ്ട്, 3 വൺസും ഉണ്ട്. 3 വൺസും ഒരു 10 ആണ് 13.
Then I took one more pencil. Here 4 pencil. Then 1, 10 and 4 ones. അതായത് 14 എന്ന നമ്പറിൽ ഒരു 10 ഉണ്ട്, 4 ones ഉണ്ട്. Then I took one more pencil. Then here 5 pencil. 1, 10 and 5 ones. അതായത് 15. 15 എന്ന നമ്പറിൽ 1 10 ഉണ്ട്, 5 ones ഉണ്ട്. മനസ്സിലായില്ലേ? 5 ones, 1 10. Then I took one more. Here 6 pencils. Then number is 16. 10 and 6, 16. Then 1 10 and 6 ones. 1 10 and 6 ones. അപ്പോൾ 16. ഒരു 10 ഉണ്ട്, എത്ര എണ്ണം ഉണ്ട്? വൺസ് 6. Then I took one more pencil. Then 7 pencil are here. Then 1 10 and 7 ones. Number is 17. 17 എന്ന നമ്പറിൽ ഒരു 10 ഉണ്ട്, 7 ones ഉണ്ട് അല്ലേ? ഒരു 10 ഉണ്ട്, 1 10 and 7 ones. Then I took one more. Then the pencil is 8. 10 and 8, 18. 10 and 8, 18. Number is 18. Then 1 10 and 8 ones. 1 10 and 8 ones ആയി എന്തായി? 18. നമ്പർ എത്രയാണ്? 18ൽ 8 ones ഉണ്ട്, ഒരു 10s ഉണ്ട്. Then I took one more pencil. Then 9 pencil are here. So 1 10 and 9 ones. Number is 19. 19 എന്ന നമ്പറിൽ ഒരു 10s ഉണ്ട്, 9 ones ഉണ്ട്. ഇനി one more pencil is here. Then I took 1. So the pencil is 10. This one also 10. 10 ones means 1 10. 10 ones means 1 10. Here 1 10, here 1 10. Then how many 10s are here? 2 10s. Here. This is bundle of crayons. This bundle includes 10 crayons. അതായത് ഈ ക്രയോണിൽ 10 എണ്ണം ഉണ്ട്. ഈ സ്കെച്ച് പെന്നിലും 10 എണ്ണം ഉണ്ട്. ഓരോ 1 10 എന്ന് വെച്ചാൽ എന്താണ്? 10 ones ആണ് എന്ത്? 1 10. 10 ones equal to 1 10. അതായത് ഒരു 10 എന്ന് പറഞ്ഞാൽ 10 ones ചേർന്നാലാണ് ഒരു 10. അപ്പം മിസ് അതൊരു ബണ്ടിലാക്കി, ഇതും ഒരു ബണ്ടിലാക്കി. അപ്പോൾ എന്തായി? 2 10s ആയി അല്ലേ? 2 10s പഠിച്ചതല്ലേ? 20. 2 10s 20. ഇനി ഇതൊന്ന് എഴുതി നോക്കാം നമുക്ക്. ഓക്കെ, അതിന് മുന്നേ ഒരു ഇത് കാണിച്ചു തരാം, പിക്ചർ വരച്ചത്. വാട്ട് ഈസ് ദിസ്? ക്യാൻ യു സീ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് മാച്ച് സ്റ്റിക്ക്. മാച്ച് സ്റ്റിക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അറിയില്ലേ? അറിയാം. മാച്ച് ബോക്സ് അറിയില്ലേ? മാച്ച് ബോക്സ് എന്ന് വെച്ചാൽ തീപ്പെട്ടി. തീപ്പെട്ടിയിൽ സ്റ്റിക്കുകളുണ്ടാവും അല്ലേ? കൊള്ളി, തീപ്പെട്ടി ഇല്ലേ? അതാണിത് വരച്ചേക്കുന്നത്. എത്ര എണ്ണം നോക്കൂ. ഇവിടെ മിസ് എഴുതിയ നമ്പർ എത്രയാണ്? 11. Which is the number? 11. Then I make a bundle of matchstick. അതായത് 10 നമ്പറുള്ളൊരു മാച്ച് സ്റ്റിക്കിൻ്റെ ബണ്ടിൽ ഉണ്ടാക്കി. പിന്നെ ഒരു സ്റ്റിക്കും കൂടി അവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്പർ എത്രയാണ് ഇവിടെ? 11. അപ്പോൾ 10 and 1 11. 11 10സിലും 1സിലും എഴുതിയിട്ടുണ്ട് മിസ്. 11ൽ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ്? 1. റൈറ്റ് സൈഡിലും 1 ആണ് അല്ലേ? അപ്പോൾ 10സിലും 1സിലും മിസ് എഴുതിയേക്കണം കണ്ടോ? T denotes 10s, O denotes 1. അപ്പോൾ 1ഉം 1ഉം എഴുതി അല്ലേ? അടുത്ത നമ്പർ 12. ബണ്ടിൽ 10. 10 onesൻ്റെയാണ് ബണ്ടിൽ അല്ലേ? അപ്പോൾ മാച്ചിസ്റ്റിക് 1 ബണ്ടിൽ ആൻഡ് 2. 10 and 2 12. 12നെ 10സും 1സാക്കി എഴുതി. 10സിൽ എന്താ എഴുതേണ്ടത്? റൈറ്റ് സൈഡിൽ എന്താ കിടക്കുന്നത്? 2. അതെന്താണ്? 1s ആണ്. അപ്പോൾ 1സിൽ കൊണ്ടെഴുതി. ലെഫ്റ്റ് സൈഡിൽ 1 ആണ് കിടക്കുന്നത്. അപ്പോൾ 10സിൽ എഴുതി.
ഇനി തേർഡ് വൺ 13. 1, 10 and 3. 1, 10 and 3 13. ടെൻസും വൺസാക്കി എഴുതി. വൺസിൽ കൊണ്ടുപോയിട്ട് ഇതാ റൈറ്റ് സൈഡിൽ 3, ലെഫ്റ്റ് സൈഡ് 1. നെക്സ്റ്റ് നമ്പർ ഈസ് 14. 14ൽ 10 and 4. ടെൻസിൽ എന്താ എഴുതേണ്ടത്? 1, വൺസിൽ 4. നെക്സ്റ്റ് നമ്പർ ഈസ് 15. 10 and 5, 15. 1, 5. Then next number 16. 10 and 6. 10 and 6, 16. ഇതെന്താണ്? ഇതെല്ലാം വൺസ് ആണ് കേട്ടോ. ഈ ബണ്ടിലൊക്കെ ടെൻസ്, അതായത് ഒരു 10 ഉള്ളൂ. ഇനി 16 കഴിഞ്ഞാൽ 17. 17ൽ 1 tens and 7 ones. Then 17, 1, 7. 18. 1 tens and 8 ones. അതായത് 8 വൺസും 1 ടെൻസും എഴുതി മിസ്. ഇനി 19. 19ൽ 1 10 and 9 ones. 1, 9 എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി 20 ആയി, ഇപ്പോൾ ചേഞ്ചായി, 0 നമ്പറായി, അതായത് ടെൻസിലേക്ക് മാറി. ദെൻ 2 tens. 2 tens 20. 2 tens 20. ഈ ടെൻസ് പഠിച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 2 tens 20, 3 tens 30, 4 tens 40 അങ്ങനെ പഠിക്കണം. ഓക്കെ, ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, മിസ് ഇവിടെ 2, 4. 2, 4 എന്ന് എഴുതിയേക്കുന്നത്. സി ദിസ് നമ്പർ 2, 4, 24. 24ൽ എത്ര വൺസ് ഉണ്ട്, ടെൻസ് ഉണ്ടെന്ന് എഴുതണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ലുക്ക് ഹിയർ. വിച്ച് ഈസ് യുവർ റൈറ്റ് സൈഡ്? റൈറ്റ് സൈഡ് ഈസ്, വിച്ച് നമ്പർ ഈസ് റൈറ്റ് സൈഡ്? റൈറ്റ് സൈഡ് 4. Then write 4 in ones. Then write 2 in tens. ഈസി അല്ലേ? റൈറ്റ് ലെഫ്റ്റ് അറിയണം, ടിയും ഓയും ശ്രദ്ധിക്കണം. ഈ ടെൻസ് വൺസ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ എഴുതാം? വെറും ഓന്ന് എഴുതാം, ടീന്ന് എഴുതാം. ഇനി 35. നെക്സ്റ്റ് നമ്പർ ഈസ് 35. Listen here all of you. In this right side which number? 5. 5 write in ones. Ones അല്ലേ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്? ആൻഡ് 3 in tens. മനസ്സിലായില്ലേ? 35ൽ 5 കിടക്കുന്നത് ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിലുള്ളത് എന്താണ്? വൺസ്. ദെൻ റൈറ്റ് ഓ വൺസ് 5. ദെൻ റൈറ്റ് 3 in tens. നെക്സ്റ്റ് നമ്പർ 46. Here, look here. 6 is right side. Right side number is ones. Then write here 6. Then 4 is left side. അതായത് ഇടതുവശത്ത്. ഇടതുവശത്ത് കിടക്കുന്നത് ഏതാ? 4. ഇടതുവശമുള്ളത് എന്താണ്? ടെൻസാന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്. ഇനി വലതുവശത്ത് കിടക്കുന്നത് വൺസാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലതുവശത്ത് കിടക്കുന്നത്, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് 6 വൺസ്, ആൻഡ് ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത് 4 ടെൻസിലെഴുതി. ഈസി അല്ലേ? ഒന്നുകൂടെ എഴുതാം. യെസ്. 18. How many ones and tens here in 18? 8 is in which side? Right side. Then ones. 8 ones and 1 10. ഇനി 24ൽ എത്ര ടെൻസ് ഉണ്ട്? 2 tens 4 ones. എഴുതിയത് കണ്ടോ? 2 tens 4 ones. ഇനി 35. 35ൽ 3 tens ഉണ്ട്, 5 ones. In 46, 4 tens 6 ones. In 18, 1 tens and 8 ones. Is it clear? Yes? സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാം അല്ലേ? റൈറ്റും ലെഫ്റ്റും അറിയണം, ടിയും ഓയും അറിയണം. ഇത്രയും വേണ്ടോ? ടി ടെൻസ് ആണ്, ഓ വൺസ് ആണ്,
റൈറ്റ് സൈഡിൽ എഴുതേണ്ടത് വൺസ് ആണ്, ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത് ടെൻസ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. We have some activities in your textbook. See page number 41. Page number 41. See this. In this page, some necklace have. Is it clear? In this necklace, how many beads are there? One necklace is 10 beads. One necklace includes 10 beads. Okay. ഈ നെക്ലസ്സിൽ 10 ബീഡ്സാണ് ഉള്ളത് ഒരു നെക്ലസ്സിൽ. അങ്ങനെ കുറേ നെക്ലസ് കാണാനുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ഇവിടെ എഴുതണം. വൺ നെക്ലസ് ഇൻക്ലൂഡ്സ് 10 beads. Then right here ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് 10 beads. Then second one, how many necklaces are here? 2 necklaces. 2 tens equal to 20. 2 tens എന്താണ് പഠിച്ചേക്കുന്നത്? 20. Then ഇവിടെ എത്ര ബീഡ്സ് എഴുതേണ്ടത് നമ്മൾ? 20 beads. How many beads are here in 2 necklaces? 20 beads. In third one il 1, 2, 3. 3 നെക്ലേസ് ഉണ്ട് അല്ലേ? 3 നെക്ലേസിൽ എത്ര ബീഡ്സ് ഉണ്ട് എന്ന് നോക്കണം. 10, 20, 30. 3 10 എന്താണ്? 3 tens 30. 3 tens 30. How many beads are in 3 necklace? 30. Then write here 30. Then next one, fourth one. 1, 2, 3, 4. 4 necklace. Then how many beads are here? 1 10, 2 tens, 3 tens, 4 tens. 4 tens എന്താണ്? 4 tens 40. Then write here 40. Next one, 1, 2, 3, 4, 5. 5 necklace. Then write how many? 5 tens. 5 tens is 50. Then write here 50. 50 beads. Next one is different from this. What is that? Tens and ones here. Here 1 and 2. 2 tens. 2 tens 20. Then count 1, 2, 3, 4, 5, 6, 7. 7 ones. 7 ones, 2 tens. Then number is, what is the number? 2 tens and 7, 27. Then here 27. Already അവർ തന്നു കഴിഞ്ഞു അല്ലേ? 27 എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ 1, 2, 3 necklace. Then 1, 2, 3. 3 10 equal to 3 10. 3 tens 30. 3 tens 30. Then count the ones. 1, 2, 3, 4. 30 and 4 number is 34. 30 and 4, 34 beads. Right here 34. Is it clear? Yes. Here 10. Here 2 necklace. Then 20. Here 3 necklace 30. 4 necklace 40. 5 necklace 50. Then here 20 and 7, 27. 30 and 4, 34. Is it clear? Yes. Turn the page. In this page, one matching. How to match? Ones and tens match to number. How many beads are there in each set? ഓരോ സെറ്റിലും എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് മാച്ച് ചെയ്ത് വരയ്ക്കാം. മനസ്സിലായോ? 1 necklace, that is 10. 1 10. 1 10 equal to 10. 10 and 3. 10. 1, 2, 3. 10 and 3, 13. Then match 2. Where is 13? Look here. Here is 13. Then draw to 13. Match it. Necklace and number. Then second one. 1, 2. 2 necklace and ones. 1, 2, 3, 4, 5, 6. 6 beads. 20 and 6 number is
26. Where is 26? Here. See this, first one is 26. Then match to 26, second one. Third picture, 2 necklace. This 20 aiyale, 20 beads ai. Appo next count the ones. 1, 2, 3, 4, 5, 6, 7, 8. 8 undu. 20 and 8. 28. Match to 28. 28 is, where is 28? Last one. Then draw to 28. And fourth picture is 3 necklace and 1. 1, 2, 3. 3 tens, 30. 3 tens and 1, 31. 30 and 1, 31. Then draw to 31. Draw to 30. Match with 31. Last picture is 1, 2, 3, 4. 4 tens. 4 tens is 40. 4 tens is 40. Then count the ones. 1, 2, 3, 4, 5, 6, 7, 8, 9. 49. Where is 49? Here. Then match with 49. This necklace match with 49. Okay? Is it clear? Yes? Okay. One more activity. See, it is very simple. Count and write. In this picture, you can see some butterfly, some honeybee. Okay? Count the butterflies. How many butterflies are here? Count. Count it. 1, 2, 3, 4, 5. 5 butterflies are here. Then write 5 in this column. Where is butterflies column? Here a circle. Then write 5 in this circle. Next count honeybee. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. Then write in this column, in this circle, 11. അറിയില്ല എല്ലാവർക്കും കൗണ്ട് ചെയ്ത് എഴുതാൻ അറിയാം അല്ലേ? 5 ബട്ടർഫ്ലൈസും ഉണ്ട്, 11 ഹണി ബീ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ, ഫിനിഷ് യുവർ വർക്ക്. യെസ്, ഓക്കെ. Then today's class is what is tens and ones. You should notice 2 things, that is 10 is in the which side? 10 is left side and ones is right side. Another thing is that T denote tens, 1 denote ones. അല്ലേ? അപ്പോൾ രണ്ടും ശ്രദ്ധിക്കുക. 1 എന്ന് വെച്ചാൽ ഓ ഓ ഓ ഓ ഡിനോട്ട് 1, ടി ഡിനോട്ട് ടെൻസ്. അപ്പോൾ ടിയും ഓയും ഏതാണെന്ന് ശ്രദ്ധിക്കുക, ഏത് സൈഡിലാണ് വരികയെന്ന് ശ്രദ്ധിക്കുക. ഓ വരുന്നത് റൈറ്റ് സൈഡിൽ, വൺസ് വരുന്നത് അതായത് ഓ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വൺസിന്. അപ്പോൾ അത് റൈറ്റ് സൈഡിലും ടെൻസ്, ടി ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അത് ശ്രദ്ധിച്ച് ആ നമ്പറിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് എഴുതാം. അപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ നമ്പർ എഴുതിയിട്ട് ടെൽ യുവർ മമ്മ വിച്ച് ഈസ് വൺസ്, വിച്ച് ഈസ് ടെൻസ്, അങ്ങനെ പറഞ്ഞിട്ട് എഴുതി നോക്കുക. ഓക്കെ, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. See you next day. Till then, bye.